പശ്ചിമേഷ്യയെ വൻ യുദ്ധത്തിന്റെ അരികിലെത്തിച്ച അമേരിക്ക ഇറാൻ ഭൗമരാഷ്ട്രീയ തർക്കത്തിൽ സൈനിക നീക്കങ്ങളും നയതന്ത്ര ചർച്ചകളും ഒരേ സമയം സജീവമാകുന്നു. ഇറാന് മേൽ പ്രഖ്യാപിച്ചിരുന്ന ശക്തമായ പ്രത്യാക്രമണം ഒരുപക്ഷെ ഒഴിവായേക്കാമെന്ന് വ്യക്തമാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ തങ്ങൾ ഇപ്പോഴും ലോക്ക്ഡ് ആണെന്ന കർശന മുന്നറിയിപ്പ് നൽകി. അതേസമയം ബാഹ്യമായ ഭീഷണികൾക്കോ സമ്മർദ്ദങ്ങൾക്കോ മുന്നിൽ രാജ്യം വഴങ്ങില്ലെന്നും ആരെയും ഭയമില്ലെന്നും ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പരസ്യമായി പ്രതികരിച്ചു. നിലവിലെ സംഭവ വികാസങ്ങൾ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യക്തിഗത തർക്കത്തിനപ്പുറം ആഗോള സാമ്പത്തിക ഭദ്രതയെയും വ്യാപാര പാതകളെയും ഒരുപോലെ ബാധിക്കുന്ന തലത്തിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. ഇറാനുമായി നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നും എന്നാൽ രാജ്യം തങ്ങളുടെ കർശനമായ സൈനിക സന്നദ്ധത നിലനിർത്തുകയാണെന്നും വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് സൂചിപ്പിച്ചു. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘമാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. ഇറാൻ യാതൊരു കാരണവശാലും ആണവായുധ ശക്തിയായി മാറാൻ അനുവദിക്കില്ലെന്ന് US നയം വീണ്ടും ആവർത്തിച്ച ട്രംപ് കരാറുകളിൽ എത്തിയേക്കാൻ തിടുക്കമില്ലെന്നും കൂട്ടിച്ചേർത്തു. നേരത്തെ സൈനിക നടപടികൾ മാത്രമാണ് അമേരിക്കൻ നയതന്ത്ര വൃത്തങ്ങളുടെ പരിഗണനയിലുള്ളതെന്ന സൂചനകൾ നിലനിൽക്കെ പ്രസിഡന്റിന്റെ ഈ പ്രസ്താവന ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും അനിശ്ചിതത്വം മാറിയിട്ടില്ല. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ മറ്റൊരു പ്രധാന കേന്ദ്രമായി ബാബ് അൽ മന്ദേബ് കടലിടുക്ക് മാറിയിരിക്കുകയാണ്. യമനിലെ ഹൂതി വിമതർ നടത്തുന്ന ഉപരോധവും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ആഗോള സമുദ്ര വ്യാപാരത്തെ രൂക്ഷമായി ബാധിച്ചിട്ടുണ്ട്. ചെങ്കടലിലൂടെയുള്ള സമുദ്രഗതാഗതം സുഗമമാക്കാൻ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും നേതൃത്വത്തിൽ ശക്തമായ വ്യോമാക്രമണങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ ഹൂതികൾ പരസ്യമായി ലംഘിച്ച പശ്ചാത്തലത്തിൽ സൈനിക ശക്തി ഉപയോഗിച്ചു മാത്രമേ അവരെ പിന്തിരിപ്പിക്കാൻ കഴിയൂ എന്ന വിലയിരുത്തലിലാണ് അറ്റ്ലാന്റിക് കൗൺസിൽ ഉൾപ്പെടെയുള്ള പ്രമുഖ ഭൗമരാഷ്ട്രീയ വിശകലന ഏജൻസികൾ. അമേരിക്കൻ സഖ്യകക്ഷി തിരിച്ചടികൾ രൂക്ഷമായതോടെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ നീക്കം ക്രമാതീതമായി കുറഞ്ഞു. മാരിടൈം മോണിറ്ററിംഗ് ഏജൻസിയായ ക്ലെപ്രിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിൽ 60% വരെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിപണിയിലെ ഭയവും സുരക്ഷാ ആശങ്കകളും കാരണം പല പ്രമുഖ ഷിപ്പിംഗ് കമ്പനികളും തങ്ങളുടെ യാത്രാ മാർഗ്ഗങ്ങൾ പുനഃക്രമീകരിക്കുകയാണ്. അതേസമയം ഹൂതി ആക്രമണ ഭീഷണി നിലനിൽക്കുമ്പോഴും ബാബ് അൽ മന്ദേബ് വഴി പരിമിതമായ തോതിൽ കപ്പലുകൾ കടന്നുപോകാൻ ശ്രമിക്കുന്നത് താൽക്കാലിക ആശ്വാസത്തിന് വക നൽകുന്നുണ്ട്. ഇറാനും അമേരിക്കയ്ക്കും ഇടയിലുള്ള സംഘർഷ അന്തരീക്ഷം മേഖലയിലെ മറ്റ് മുൻനിര രാജ്യങ്ങളെയും വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണങ്ങൾ തുടരുമെന്ന് പ്രഖ്യാപിച്ചതോടെ ബഹ്റൈനിൽ വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങി. തങ്ങളുടെ സുരക്ഷയ്ക്കും ആഗോള ഊർജ്ജ വിപണിയുടെ സ്ഥിരതയ്ക്കും ഭീഷണിയാകുന്ന തരത്തിൽ ഹൂത്തികളോ ഇറാനോ നടത്തുന്ന നീക്കങ്ങളെ ചെറുക്കാൻ സൗദി അറേബ്യയും സഖ്യസേനയും ഹൊദൈദ അടക്കമുള്ള പ്രദേശങ്ങളിൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. മറുവശത്ത് പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പ്രധാന പ്രഭവകേന്ദ്രമായ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി കുടിയേറ്റക്കാരും ഫലസ്തീനികളും തമ്മിലുള്ള അക്രമ സംഭവങ്ങളും രൂക്ഷമായി തുടരുകയാണ്. നെബ്ലസിലെ സാറ ഗ്രാമത്തിൽ കുടിയേറ്റക്കാർ നടത്തിയ അതിക്രമങ്ങളിൽ വീടുകൾക്കും വാഹനങ്ങൾക്കും തീയിട്ടു. ഇരു വിഭാഗങ്ങളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഇസ്രയേലി സൈനികരും 4 ഫലസ്തീനികളും കൊല്ലപ്പെട്ടു. മേഖലയിൽ ഇസ്രയേലി സൈന്യവും ആയുധധാരികളായ കുടിയേറ്റ സംഘങ്ങളും നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉടൻ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന് 20ഓളം ഇസ്രയേലി മനുഷ്യാവകാശ സംഘടനകൾ സംയുക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ സംഭവ വികാസങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറക്കുന്നുണ്ടെങ്കിലും ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വം പൂർണ്ണമായും മാറുന്നില്ല. ഒരു വശത്ത് ചർച്ചകളുടെ സാധ്യതകൾ ഉന്നയിക്കുമ്പോഴും അത്യാധുനിക സൈനിക നിരീക്ഷണങ്ങളും തന്ത്രപരമായ മുന്നൊരുക്കങ്ങളും ഇരു വിഭാഗവും ശക്തമായി തുടരുകയാണ്. ഇറാനെ ആണവശക്തിയിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം അമേരിക്ക മുൻനിർത്തുമ്പോൾ ആത്മാഭിമാനത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടാണ് ടെഹ്റാൻ വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യൻ മേഖല ഇപ്പോൾ നിൽക്കുന്നത് നയതന്ത്രപരമായ സമാധാനത്തിന്റെയോ അതോ വിനാശകരമായ ഒരു പ്രതീകാത്മക യുദ്ധത്തിന്റെയോ വശങ്ങളിലാണ്. വരും ദിവസങ്ങളിൽ വാഷിംഗ്ടണിൽ നിന്നും ടെഹ്റാനിൽ നിന്നും ഉണ്ടാകുന്ന ഔദ്യോഗിക നിലപാടുകളും ഹോർമുസിലെ സുരക്ഷാ സ്ഥിതിഗതികളും ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും.